നമസ്കാരം സാർ. ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ ഇതുപോലത്തെ ഒരു ഷോർട്ട് മൂവിയുടെ ഭാഗമാണ്. കാരണം ഷോർട്ട് മൂവീസ് ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ്, ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ കർണൻ 2 ഇപ്പൊ താങ്കൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. കർണൻ ഫസ്റ്റില് എങ്ങനെയുണ്ടായിരുന്നു? കർണൻ 2 കുറിച്ചിട്ടുള്ള താങ്കളുടെ ഒരു പാർട്ട് എങ്ങനെയാണ് അതിൽ വരുന്നത്? കർണൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാലേ ഇതൊരു ഫാമിലി സ്റ്റോറിയാണല്ലോ. കുടുംബങ്ങളിൽ പണത്തിൻ്റെ പുറകെ പോകുമ്പോൾ കുടുംബങ്ങളിലുണ്ടാകുന്ന കലഹം, അത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അത് അതിര് കടന്നു പോവുകയാണ്. അമ്മ മകനെ കൊല്ലുക, ഭാര്യ ഭർത്താവിനെ കൊല്ലുക, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ പണമാണ് അതിൻ്റെ പുറകിൽ. പണാസക്തിയാണ്. സ്വത്തും മുതലും പണവും. സ്നേഹം എന്ന് പറഞ്ഞ ഒരു പദം കുടുംബ ബന്ധങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണ്. തമ്മിൽ പോലും മിത്രങ്ങൾക്ക് പോലും തമ്മിൽ വിശ്വാസമില്ലാത്ത കാലമാണ്. ഞാൻ ഒത്തിരി ടെലി സിനിമകൾ ചെയ്തിട്ടുള്ളൂ, പക്ഷെ അതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റ്. കുടുംബ ഒരു എന്താ ഇങ്ങനെ പറയും, സാധാരണ പറയില്ല മസാല ടൈപ്പ്. ഇത് മസാലയൊന്നുമല്ല, ഒരു കുടുംബത്തിന്റെ കഥയാണ്. ഇതൊരു പാഠമാണ് കാണുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ പാഠമുള്ള സിനിമകൾ കുറവാണ്. അങ്ങനെയുള്ളത് വന്നാൽ അത് സ്വീകരിക്കാൻ ഇവിടെ ആളുണ്ട്. സമൂഹം അതിന് തെളിവാണ് 3.2 മില്യൺ അതെ, അതായത് സമൂഹം ഇതിലുണ്ട്. നമുക്ക് സമൂഹത്തിൽ കാണുന്ന പലരും ഇതിലുണ്ട്. പല ക്യാരക്ടേഴ്സിനും നമുക്ക് നേരിട്ട് കാണാവുന്നവരാണ്. ഞാൻ ഇപ്പൊ തന്നെ ചെയ്തേക്കുന്ന ഒരു വലിയ പണക്കാരൻ്റെ ഒരു വിശ്വസ്തനായ ഒരു സേവകൻ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ അപകടകാരിയാകുന്ന കാലഘട്ടം നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷെ ഞാൻ ആദ്യമേ റൈറ്ററോടൊക്കെ ചോദിക്കണ്ടേ, ഞാൻ ദുഷ്ടനായി പോവുകയില്ല. ഇല്ല, നിങ്ങൾ എന്നും നന്മയുള്ള ആൾ, അങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പൊ കിട്ടാനില്ല. അപ്പോ എനിക്ക് ഇടക്കിടക്ക് ഭയം വരുമല്ലോ. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കും, ഞാൻ ദുഷ്ടനായി പോകുമോ, ഇല്ലല്ലോ നിങ്ങൾ. അപ്പൊ ഞാനത് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇനി കൂടുതലിനോട് ഈ 2ാം പാർട്ടിലേക്ക് ഞാൻ വരാൻ കാര്യം. അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളായിരിക്കും. 2ാം പാർട്ടിലുള്ള എത്രത്തോളം ഒരു അഭിനയ സാധ്യത ഉണ്ടായിരുന്നു? ഒന്നിനേക്കാളും കൂടുതൽ ജോലി ഞാനത് ഇപ്പൊ ഇതുവരെ എത്തി നിൽക്കുമ്പോൾ അധിക ഭാരമായിട്ട് എനിക്ക് തോന്നി. കാരണം ജോലിയുണ്ട്, അപ്പൊ അത് നല്ല ജോലിയുണ്ട്. അതിപ്പോ ഒരു അഭിനയം കൊണ്ട് മാത്രം ജോലി നിൽക്കുന്നില്ല. പിന്നെ രണ്ടാമത് ഞാൻ ഒന്ന് അഭിനയിക്കണം സ്റ്റുഡിയോയില്, ഇത് ഡബ് ചെയ്ത് വരുമ്പോൾ. അപ്പൊ ഈ കാണിച്ച അധ്വാനത്തിന്റെ ഡബിള് ഞാൻ ഒരു മുറിയിൽ സംഭവങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഈ പ്രാവശ്യവും മില്യൺസ് ആൻഡ് മില്യൺസ് അടിക്കട്ടെ. എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതില് കിട്ടിയതില് എനിക്കും വലിയ സന്തോഷമുണ്ട്. കർണൻ 2 എല്ലാവരും കാണണം. ഇത് നമ്മുടെ വീടുകളിലൊന്നും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. സഹോദരവും സ്നേഹവും അച്ഛനും അമ്മയൊക്കെ തിരിച്ചറിയാൻ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവരും കാണണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അപേക്ഷിക്കുകയാണ്. താങ്ക് യു.